താങ്ക് യു മാഡം. വേദിയിൽ സന്നിധരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ സദസ്സിൽ സന്നിധരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയംഗമായ നമസ്കാരം. എൻ്റെ പേര് സൂര്യ. ഞാൻ വിഴിഞ്ഞം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയൻറ്റിസ്റ്റാണ്. ആദ്യം തന്നെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീ സ്റ്റെല്ലസ് അവറുകളോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഓൾറെഡി സ്റ്റെല്ലസ് സാറും ലാസർ സാറും എല്ലാം ഈ ഒരു കൂട്ടായ്മയും ആ കൂട്ടായ്മയുടെ ആശയത്തെ പറ്റിയും ഈ ഒരു സ്നേഹക്കൂട്ടിനെ പറ്റി ഇനി ചെയ്യാൻ പോകുന്ന കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം നമുക്ക് വിശദമായി പറഞ്ഞു തന്നു. ഞാൻ ഒരേ ഒരു ഉറപ്പ് മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇനി എനിക്കും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ എല്ലാ കൂട്ടിനും ഞാനും ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീ സ്റ്റെല്ലസ് സാറ് പറഞ്ഞ പോലെ ബ്ലൂ ഗ്രോത്ത് അല്ലെങ്കിൽ നീല വളർച്ച അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം നീല അല്ലെങ്കിൽ ബ്ലൂ എക്കോണമീനെ പറ്റിയോ അല്ലെങ്കിൽ ബ്ലൂ ഗ്രോത്തിനെ പറ്റിയിട്ടോ ഒന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി നമ്മളുടെ അല്ലെങ്കിൽ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടോ എന്നോ ഉള്ള ഒരു ചോദ്യത്തിനൊരു ഉത്തരം മാത്രമാണ്. അപ്പോൾ റീസെൻ്റ്ലി മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്, അതായത് ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രധാനമന്ത്രി വിരസത് കാ സംവർദ്ധൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കീഴിൽ നമ്മളോടൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ പ്രോജക്റ്റിൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് മത്സ്യശക്തി എന്ന് തന്നെയാണ്. അപ്പോൾ ഈ മത്സ്യശക്തി പ്രോജക്റ്റിൽ ഇപ്പോൾ സാറ് പറയുണ്ടായി സ്ത്രീ ശാക്തീകരണം, അത് തന്നെയാണ് ഞാനും ആ പ്രോജക്റ്റിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിനെ വിളിച്ചതും സാറിൻ്റെ ആ ഒരു സ്ത്രീ കൂട്ടായ്മയുടെ ഒരു പങ്ക് നമ്മുടെ പ്രോജക്റ്റിലും വേണം, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് നമുക്ക് വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ സാർ എന്നോട് ചോദിക്കുകയുണ്ടായി, ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തൊഴിൽ കിട്ടുമോ എന്ന്. തീർച്ചയായും ഈ ഒരു ചോദ്യം ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാറ് വന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ സാറിനോടും ചോദിക്കുകയുണ്ടായി. അപ്പോൾ സാറ് പറഞ്ഞത്, ഞാൻ ഈ പ്രോഗ്രാമിൽ ഏകദേശം 420 മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു സെലക്ഷൻ ആയിട്ടില്ല. ഞാൻ എല്ലാ ഓൾ ട്രിവാൻഡ്രം ഇപ്പോൾ ഇന്നിപ്പോൾ അരുൾദാസ് സാറിനോട് പറയുകയുണ്ടായി, പിന്നെ എല്ലാ എനിക്കറിയാവുന്ന കൗൺസിലേഴ്സിനോട് പറയുകയുണ്ടായി, ഇനി മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഇവരിൽ നിന്നെല്ലാമാണ് നമ്മൾ ഇവരെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു വളരെ ആക്റ്റീവായിട്ടുള്ള, ഇപ്പം സാറ് പറഞ്ഞ ആ ഒരു നമ്മുടെ ഈ സാറിൻ്റെ തന്നെ ശക്തി ആയിട്ടുള്ള കുറേ സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ കൂട്ടുകാരികൾ ഇവിടെ ഉണ്ട്. സോ നിങ്ങളുടെ സഹകരണം നമ്മുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ വിജയത്തിന് അല്ലെങ്കിൽ ഉണ്ടാവില്ലേ സർ? ഉണ്ടാവുമല്ലോ അല്ലേ? തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു, തീരുമാനിച്ചോ? താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ പ്രോഗ്രാമിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ നമ്മളുടെ എംപവർമെൻറ്റ്, അതായത് സ്ത്രീ ശാക്തീകരണം തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത്. 420 പേരിൽ നിന്ന് 210 പേരെ എഗെയിൻ ഗവൺമെൻറ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 10% പേരെ സെലക്ട് ചെയ്ത് പിന്നെ നിങ്ങളായിരിക്കും ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലുള്ളൊരു അപ്രോച്ചാണ്. പിന്നെ അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ദിവസം 200 രൂപ നിങ്ങളുടെ സ്റ്റൈഫൻഡ് പോലെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം. മെയിൻലി പല കോഴ്സസ് ഉണ്ട്, അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഉദ്ഘാടക പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ് ക്ഷണിച്ചത്. സോ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഫ്രാൻസിൽ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞാനത് പോയത്. അപ്പം മെയിൻലി ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തതിൽ എനിക്കൊരു ബെസ്റ്റ് പേപ്പർ അവാർഡും അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. സോ അത് മെയിൻലി ഞാൻ പ്രസൻറ്റ് ചെയ്ത ഒരു കാര്യം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ സുസ്ഥിര മത്സ്യബന്ധന രീതിയെ പറ്റിയിട്ടുള്ള ഒരു പേപ്പറായിരുന്നു ഞാൻ പ്രസൻറ്റ് ചെയ്തത്. സോ ആ പ്രസൻറ്റേഷന് അവർ ഒരുപാട് കമൻറ്റ്സ് പറയുകയും ഈ രീതിയിലുള്ള മത്സ്യബന്ധന രീതി ലോകമെമ്പാടും അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായും
നമ്മുടെ ബ്ലൂ എക്കണോമിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുസ്ഥിര മത്സ്യബന്ധനം എന്ന ഒരു എയിമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് അന്നത്തെ അവിടെയുള്ള എക്സ്പേർട്സ് നമ്മളോട് പറഞ്ഞു തന്നത്. സോ ആ ഒരു സന്തോഷം, ബിക്കോസ് നമ്മൾ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ പരമ്പരാഗത മത്സ്യബന്ധന രീതി കൈക്കൊണ്ട് മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഒള്ളി തിരുവനന്തപുരത്ത് മാത്രമല്ല. അതായത് പരമ്പരാഗത മത്സ്യബന്ധന രീതി തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഒരുപാട് അഭിമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ബിക്കോസ് എൻ്റെ ഒരു ജുറിസ്ഡിക്ഷൻ, അതായത് എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഒരു ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. അവിടുത്തെ മത്സ്യബന്ധന രീതിയെ പറ്റി പഠിക്കുവാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ മത്സ്യബന്ധന രീതി ലോകത്തുള്ള, അതായത് FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന FAO അംഗീകരിച്ചിട്ടുള്ള ഒരു മത്സ്യബന്ധന രീതിയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ആ ബെസ്റ്റ് പേപ്പർ അവാർഡും നമുക്ക് തന്നത്. സോ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനും എന്താ പറയുക, എവിടെ വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ മത്സ്യബന്ധന രീതി. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ ശ്രീ അരുൾദാസ് സർ പറയുകയുണ്ടായി, ഈ മേഖലയിലേക്ക് നമ്മുടെ യൂത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര കുറവാണ് എന്നുള്ളത്. അതായത് ആ ഒരു വിഷയം നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് കേട്ടിരുന്ന ഒരു മത്സ്യത്തൊഴിലാളി തന്നെ എന്നോട് പറയുകയുണ്ടായി, എന്തുകൊണ്ട് യൂത്ത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ, അവരൊരു കല്യാണം അന്വേഷിച്ച് പോയാൽ അവർക്ക് മത്സ്യത്തൊഴിലാളിയാണെന്ന് പറയുമ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു പെൺകുട്ടീനെ കിട്ടണില്ല എന്നുള്ളത്. അപ്പം നമുക്കത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കൂട്ടായ്മകളും ശക്തിയും, അല്ലെങ്കിൽ ഈ ഒരു ഇനിയുള്ള അവരുടെ പ്രവർത്തനങ്ങളും നമുക്ക് ആ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ഒരു അവരുടെ ആ ഒരു വിചാരങ്ങളെ നമുക്ക് കംപ്ലീറ്റായി മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് അങ്ങനെ ഒരു അവസ്ഥയല്ല. കടലിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഓരോ മീനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ പോഷക സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു കരുത്താണെന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഓറിയൻറ്റഡ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാംസ് നമ്മൾ കുറച്ചുകൂടി കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ ഇങ്ങനെയുള്ള കൂട്ടായ്മ തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, ഗവേഷകരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായും നിങ്ങൾക്കുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും കൂടുതൽ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുവാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് ബോധവൽക്കരിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ കൂടുതൽ കഴിയുന്നത് നിങ്ങൾക്കാണ്. ബിക്കോസ് നമ്മളൊരിക്കലും ഒരു നല്ല പ്രാസംഗികയോ ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ ലാസർ സാറും എന്താ പറയുക, നമ്മുടെ സ്റ്റെല്ല സാറും ഒക്കെ സംസാരിച്ച ആ ഒരു രീതി നമ്മളെല്ലാവരും കേട്ടിരുന്നു പോവില്ലേ, അവർ പറയുന്ന ഒരു രീതി. അപ്പം തീർച്ചയായും അവരുടെ ഭാഗത്ത് നിന്ന് അതിനുമുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനത്തെയും നമ്മുടെ സമുദ്രത്തിൻ്റെ മഹത്വത്തെയും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാവി പ്രതീക്ഷകളെ എല്ലാം തന്നെ വളരെ സ്നേഹത്തോടെ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം, നമ്മുടെ ഈ കൂട്ടായ്മ, ഈ ശക്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. ഇനിയിപ്പോൾ ആ പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ആ ഒരു ഞാൻ പറഞ്ഞ മത്സ്യശക്തി പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ. അല്ല, ആ പ്രോജക്റ്റ് എക്സ്ക്ലൂസീവ്ലി തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്, മത്സ്യത്തൊഴിലാളിമാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പ്രായപരിധി 18 45 വയസ്സിനും ഇടയ്ക്ക്. നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മാക്സിമം അവരെ നമ്മുടെ ടെക്നോളജീസ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അവരെ എക്വിപ്ഡ് ആക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള പാർട്ട് ഇപ്പം ശരിക്കും ഞാൻ 3 കോഴ്സസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വിമണിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, പിന്നെ 2 പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാച്ചറി എങ്ങനെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ വർക്ക് ചെയ്യാം. അതായത് നമ്മളിപ്പം വിഴിഞ്ഞം CMFREയിൽ നമുക്ക് ഹാച്ചറി ഉണ്ട്. ഹാച്ചറി എന്ന് പറയുമ്പോൾ നമ്മൾ കടലിൽ നിന്ന് മീനെ കൊണ്ടുവന്ന് ആ മീനുകളെ വളർത്തി മുട്ടയിടിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെ വലുതാക്കി കൂടുകളിലൊക്കെ മത്സ്യകൃഷിക്ക് വേണ്ടി കർഷകർക്ക് നൽകുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അപ്പം ഒരു ഹാച്ചറിയിൽ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഹാച്ചറിയിലുള്ള മീൻ കുഞ്ഞുങ്ങളുടെ തീറ്റ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ഹാച്ചറിയിലെ പ്രവർത്തനങ്ങളെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ്. പിന്നെ 2ാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അലങ്കാര മത്സ്യകൃഷിയും അതുപോലെ തന്നെ കൂട് മത്സ്യകൃഷി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് 2ാമത്. അപ്പം നമ്മളും ഇത് മിനിസ്റ്ററിനോട് ചോദിച്ചപ്പം മിനിസ്റ്റർ നമുക്ക് തന്ന ഒരു
മീൻസ് ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർ ഇപ്പം ശരിക്കും ഒരു കൂട് ഇട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഹൈലി സബ്സിഡൈസ്ഡ് റേറ്റിൽ കൂടിടാനും അതുപോലെ തന്നെ അവരുടെ കൃഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് ശരിക്കും അതായത് നമ്മുടെ ഫിഷർമെൻ ഫാമിലീൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റ് എന്നുള്ള, അതായത് ആ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് ഫിഷർമെൻ ഫാമിലിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഫിഷർമെൻ മെമ്പർഷിപ്പ്